ഗൈസ് ഇനിയാണ് നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കേണ്ടത്. അവളാണ് ആദ്യം റോഡ് ടെസ്റ്റ് നടത്തിയത്. അപ്പോൾ ഒമ്പേടി കയറി അവളിങ്ങനെ ഫസ്റ്റ് ഗിയർ ഇട്ടു, സെക്കൻഡ് ഗിയർ ഇട്ടു, തേർഡ് ഗിയർ ഇട്ടപ്പോൾ തന്നെ നമ്മൾ ആക്സിലേറ്റർ കൊടുക്കുമ്പം പെട്ടെന്ന് കൊടുക്കുമ്പോൾ വണ്ടി ഇങ്ങനെ കുതിക്കുകയല്ല, അതുപോലെ കുതിച്ച് ചെറുതായിട്ടൊന്ന് വെട്ടുകയും ചെയ്യും. എംബേഡി ചോദിച്ചു ഇങ്ങനെയാണ് വണ്ടി ഓടിക്കുന്നതെന്ന് പറഞ്ഞ് ചെറുതായിട്ടൊന്ന് പേടിപ്പിച്ചു. ഞാൻ നോക്കുമ്പോൾ അവളെ കൊണ്ട് ഒത്തിരി ഓടിപ്പിച്ചൊന്നുമില്ല, ഒരു ശകലം ഓടിപ്പിച്ചുള്ളൂ. ഒരു ചെറിയൊരു കയറ്റത്ത് കൊണ്ട് നിർത്തിയതിന് ശേഷം ഞാൻ കയറിയതിന് ശേഷം സീറ്റ് ബെൽറ്റ് ഇട്ടു. നമ്മുടെ കയ്യിരിക്കുന്ന പേപ്പറും ഞാൻ കൊടുത്തു. ഫ്രണ്ടിലൊരു ബസ്സുണ്ട്, ഇടത്തോട്ട് ഒരു വഴിയുണ്ട്. ഞാൻ ഓർത്ത് പുള്ളി എന്നോട് മുമ്പോട്ട് പോകാൻ പറയുമെന്നാണ് ഞാൻ ഓർത്തത്. പുള്ളി പറഞ്ഞ് ഇടത്തോട്ട് പോകാൻ പറഞ്ഞു. ഞാൻ ഇൻഡിക്കേറ്റർ ഇട്ടു, ഫസ്റ്റ് ഗിയർ ഇട്ടു, സെക്കൻഡ് ഗിയർ ഇട്ടു, തേർഡ് ഗിയർ ഇട്ടു. ഇവിടെയാണ് നിങ്ങൾ കേൾക്കേണ്ടത് എൻ്റെ ടേണിംഗ് പോയിൻറ്റ്. ഞാൻ വണ്ടി മദർമേരിൽ ഓടിക്കുന്ന സമയത്ത് കുറച്ച് സ്പീഡിൽ ഓടിക്കും. അപ്പം നമ്മുടെ ബിനോയ് ചേട്ടൻ പറഞ്ഞ നീ വണ്ടി ഓടിക്കുന്ന സമയത്ത്, അതായത് MPD കയറി ഇരിക്കുന്ന സമയത്ത് പതിയെ ഓടിക്കുകയുള്ളൂ, എല്ലാവർക്കും ഇഷ്ടപ്പെടുകയല്ല. ഞാൻ തേർഡ് ഗിയറിൽ വണ്ടി ഇങ്ങനെ സ്മൂത്തായിട്ട് ഇറങ്ങി പോവാണ്. കുത്ത് കയറ്റം വരുന്നു, വലിയൊരു കയറ്റം വരുന്നു. ആ കയറ്റം ഏകദേശം തേർഡ് ഗിയറിലാണ് വണ്ടി പൊയ്ക്കൊണ്ടിരിക്കുന്നത്. ഏകദേശം സെൻറ്ററായപ്പം വണ്ടി വലിക്കുന്നില്ലെന്ന് എനിക്ക് മനസ്സിലായി. അപ്പം ഞാൻ തേർഡിൽ നിന്ന് ഫോർത്തിലേക്ക് ഇട്ട്. തേർഡിൽ നിന്ന് നമ്മൾ നിരപ്പയിൽ ഇടുന്ന പോലെ തേർഡിൽ നിന്ന് ഫോർത്തിലേക്ക് ഇട്ടപ്പം വണ്ടി കറക്റ്റ് ഓഫായി പോയി ഗൈസ്. കറക്റ്റ് ആ കുത്ത് കയറ്റത്തിൽ നിന്ന് പോയി. ആ വണ്ടി അവിടെ ഓഫായപ്പോൾ തന്നെ എൻ്റെ ഗ്യാസ് പോയി. നമുക്ക് കയറ്റത്തിൽ നിന്ന് വണ്ടി എടുക്കാൻ അറിയത്തില്ല. ഈ കാർ ഓടിക്കുന്നവർക്കറിയാം, നമ്മൾ നിരപ്പയിൽ നിന്ന് എടുക്കുന്ന പോലെയല്ല കയറ്റത്തിൽ എടുക്കുന്നത്, വണ്ടി പുറകോട്ട് പോകും. ആ സമയത്ത് എൻ്റെ ഹാർട്ട് ബീറ്റ് ഇങ്ങനെ ഠും ഇടിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്നിട്ട് ഞാൻ വണ്ടി സ്റ്റാർട്ടാക്കി. ഇങ്ങനെ പിടിച്ചിട്ടുണ്ട്, സ്റ്റിയറിങ്ങിൽ ഇങ്ങനെ പിടിച്ചിട്ടുണ്ട്. പുള്ളി ഇവിടെ ഇരിക്കുകയാണ്, MPD ഇവിടെ ഇരിക്കുകയാണ്, സ്റ്റിയറിങ്ങിൽ ഇങ്ങനെ പിടിച്ചിട്ടുണ്ട്. എന്നിട്ട് ഞാൻ ഹാൻഡ് ബ്രേക്ക് വലിച്ചില്ല, വണ്ടി പുറകോട്ട് പോയി. വീണ്ടും സ്റ്റാർട്ട് ചെയ്ത് ഞാൻ പുള്ളിയോട് ഞാൻ സോറി പറഞ്ഞ് വീണ്ടും എടുത്ത്. എന്നിട്ട് പുള്ളി ഹാൻഡ് ബ്രേക്ക് വലിച്ചെന്ന് തോന്നുന്നു. ഞാൻ ആ ടെൻഷനൊന്നും കണ്ടില്ല. എന്നിട്ട് ആക്സിലേറ്റർ കൊടുത്തിട്ട് വണ്ടി മുമ്പോട്ടും പോകുന്നില്ല, പുറകോട്ടും പോകുന്നില്ല. ഞാൻ എന്ത് ചെയ്യും? എൻ്റെ ഹാർട്ടാണെങ്കിൽ ഇങ്ങനെ ഇടിച്ചുകൊണ്ടിരിക്കുക, ഠും ഇങ്ങനെ. അതുപോലെ എൻ്റെ ചങ്കിടിക്കുന്ന എനിക്ക് ഇവിടെ കേൾക്കാം, രണ്ട് ചെവിയിൽ ശരിക്കും കേൾക്കാം. പുള്ളി ഫെയിൽഡെന്ന് എഴുതി വെക്കാൻ പോകുമെന്ന് എനിക്ക് മനസ്സിലായി. ഞാൻ പെട്ടെന്ന് കയറി. പുള്ളിയുടെ ഏത് കൈയാണെന്ന് എനിക്കറിയത്തില്ല. ഞാൻ ഇങ്ങനെ കയ്യെ കയറി പിടിച്ചു. സാറേ ടെൻഷൻ കൊണ്ടാന്ന് പറഞ്ഞു. പുള്ളി എൻ്റെ മുഖത്ത് നോക്കി ചിരിക്കുകയൊക്കെ ചെയ്ത് എന്നോട് ചോദിക്കുക, നീ ഓടിച്ച് പഠിക്കുന്നുള്ളൂ എന്നൊക്കെ ചോദിച്ചു. ഈ വണ്ടി ഓടിച്ച് പഠിക്കുന്നുള്ളൂ എന്നൊക്കെ എന്നോട് ചോദിച്ചു. പുള്ളി കാറിൽ നിന്ന് ഇറങ്ങുന്നതിന് തൊട്ട് മുമ്പ്, അതായത് ഡോറ് തുറന്നതിന് ശേഷം കാല് നമ്മൾ വെളിയിലോട്ട് വെക്കുകയല്ലേ, വെച്ചിട്ട് പുള്ളി എഴുന്നേറ്റില്ല. പിന്നെ എൻ്റെ മുഖത്തോട്ട് ചിരിച്ചുകൊണ്ട് ഇങ്ങനെ നോക്കി. ഒരു 2 മിനിറ്റ് എൻ്റെ മുഖത്തോട്ട് നോക്കിയിട്ടാണ് പുള്ളി ഇറങ്ങിപ്പോയത്. പുള്ളി തന്നേനെ, പുള്ളിയുടെ മുഖത്തിൽ നിന്ന് എനിക്ക് മനസ്സിലായി. പക്ഷേ വണ്ടി അവിടെ ഓഫായി ഗൈസ്.